Hello all. ഇന്ന് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സിലെ ചെറിയൊരു കോൺസെപ്റ്റ് പഠിക്കാൻ പോവുകയാണ് ത്രൂ ടു പ്രോബ്ലംസ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ് പഠിക്കുന്ന പോലെ തിയറി സെപ്പറേറ്റ്ലി പഠിച്ച് അങ്ങനെ പുതിയൊരു എൻറ്റയർലി ന്യൂ കോൺസെപ്റ്റ് ഒന്നുമല്ല. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സിൽ പഠിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ്. സോ നമ്മൾക്കൊക്കെ അറിയാം ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിൻ്റെ ഏറ്റവും യുണീക്ക് ഫീച്ചറിൽ ഒന്നാണ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ നടത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മജോറിറ്റി ക്വസ്റ്റ്യൻസിലും ഈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് നമ്മൾക്ക് തരും എത്രയാണെന്നുള്ളത്. എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ഉണ്ടെന്ന് മാത്രം പറയും, പക്ഷേ ആ ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് തരില്ല. സോ ഡസൻറ്റ് മീൻ ദാറ്റ് ഈസ് നോട്ട് ദെയർ. ആ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ഉണ്ടെന്നുള്ള സെൻറ്റൻസ് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റണം ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് നമ്മൾ സ്വയമേ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിലുള്ള പ്രത്യേകത ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ നമ്മൾ കണ്ടുപിടിക്കണം, അതോടൊപ്പം അതിലടങ്ങിയിരിക്കുന്ന സ്റ്റോക്ക് റിസർവും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ വഴി വന്ന് ഫൈനലി നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ റിസീവ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള ക്ലോസിംഗ് സ്റ്റോക്കിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റോക്ക് റിസർവും നമ്മൾ കണ്ടുപിടിക്കണം. സോ അങ്ങനത്തെ രണ്ട് പ്രോബ്ലംസ് ആണ് വി ആർ ഗോയിങ് ടു ടേക്ക് അപ്പ്. In those problems, we have a concept of proportion of on cost and transferred cost. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആ വർഷം ഇൻകർ ചെയ്ത കുറേ ചിലവുകൾ കാണും അല്ലേ. അതിൽ കുറച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻകർ ചെയ്ത കോസ്റ്റ് കാണും. അതായത് വെളിയിലത്തെ സപ്ലയറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ലേബറേഴ്സിന് കാശ് കൊടുത്ത അങ്ങനത്തെ കോസ്റ്റുകൾ കാണും. അതോടൊപ്പം അവർക്ക് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ വഴി വന്ന പർച്ചേസും കാണും. ദാറ്റ് ഈസ് ഓൾസോ അനദർ കോസ്റ്റ് ഫോർ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ രണ്ട് കോസ്റ്റുകളുടെ ഒരു പ്രപ്പോർഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ട്രാൻസ്ഫർ കണ്ടുപിടിക്കുന്നതും ട്രാൻസ്ഫറിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ ഈ ഒരു പ്രപ്പോർഷൻ ഇല്ലെങ്കിലും ഈ ട്രാൻസ്ഫർ കണ്ടുപിടിച്ചു കഴിഞ്ഞ് അതിലടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് അറിയാനും നമ്മൾ ഈ ഒരു പ്രപ്പോർഷൻ കണ്ടുപിടിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ it's not an entirely new concept. What we have already learned through various theory തന്നെയാണ്. എന്നാൽ പ്രോബ്ലത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുത്തുന്ന രീതിയിലുള്ള മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ആ മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാനുള്ള റൂട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ക്വസ്റ്റനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. So let us take up the first question under that category. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഒരു ചെറിയ കോൺസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് പഠിക്കാനും പോകുന്നുണ്ട്. Let us read this question. Study material ഉള്ളൊരു question ആണ്, എക്സാമിന് വന്നിട്ടുള്ളതുമാണ്. So make sure you understand this question thoroughly. Complex Limited has 3 departments A, B and C. The following information is provided. Opening stock, consumption of direct materials, wages, closing stock, sales. Sales ന്റെ column നോക്കിക്കഴിഞ്ഞാൽ കാണാം it is only against C, which could mean one thing അല്ലേ. സെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എപ്പോഴും ഔട്ട്സൈഡ് കസ്റ്റമർ ആണെന്ന് പറഞ്ഞു. സോ ഈ ഒരു കമ്പനിയുടെ കേസിൽ അല്ലെ ഫേമിൻ്റെ കേസിൽ ഔട്ട്സൈഡ് കസ്റ്റമറിന് സെയിൽ നടത്തുന്ന ആരാണ്? ഡിപ്പാർട്ട്മെന്റ് സി, വിച്ച് മീൻസ് ഓരോ സ്റ്റേജിലും പ്രോസസ്സിങ് കഴിഞ്ഞ് ഫൈനൽ ഫിനിഷ്ഡ് കൂടെ ആവുന്നത് മിക്കവാറും ഡിപ്പാർട്ട്മെന്റ് സിയിലായിരിക്കും. സ്റ്റോക്ക് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ടു ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്. Stocks of A department are transferred to B at a margin of 50% above departmental cost. Stocks of B department are transferred to C at a margin of 10% above departmental cost. Other expenses were salaries, printing and stationery, rent, interest paid and depreciation. Allocate expenses in the ratio of departmental gross profit. Opening figures of reserves for unrealized profit on departmental stock were B and C 1000 and 2000. Departmental trading and P&L for the year ended 31st March 1999 prepare ചെയ്യുക. ഇവിടെ ലാസ്റ്റ് പോയിന്റ് ജസ്റ്റ് നോക്കാം. ഓപ്പണിംഗ് ഫിഗേഴ്സ് ഓഫ് റിസർവ്സ് അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള സ്റ്റോക്ക് റിസർവ് ഓൾറെഡി നിങ്ങൾക്ക് എമൗണ്ട് ആയിട്ട് തന്നു. സോ ഇത് മിയർ റെസ്റ്റോറേഷൻ ജനറൽ P&L റെക്കോർഡ് ചെയ്താൽ മതി. ക്ലോസിംഗ് സ്റ്റോക്കിൽ സ്റ്റോക്ക് റിസർവ് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. So all informations pertaining to trading and P&L are given.
ഇവിടെ ഒരു പോയിന്റും കൂടെ നോക്കാനുള്ളത്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, കൺസംഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സോ ഹൗ ആർ വി ഗോയിങ് ടു, ഇവിടെ നമുക്കൊരു ചെറിയ അസംഷൻ പോലെ എടുക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനിഷ്ഡ് ഗുഡ് ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എന്ന് പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലും തന്നിരിക്കുന്നത് is finished good of that department. Now next, second point, consumption of direct materials. ഈ കൺസംഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, നമ്മൾ കൺസംഷൻ ഒരു ഫോർമുല അക്കൗണ്ട്സിൽ പഠിക്കുന്നുണ്ട്. എന്താണ് കൺസംഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസിന്റെ ഫോർമുല? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. പക്ഷെ ഇവിടെ opening stock of raw material plus purchases of raw materials minus closing stock of these direct raw materials cumulative ആയിട്ടാണ് consumption of direct materials എന്ന് പറഞ്ഞ് 8,000 തന്നിരിക്കുന്നത്. ഈ 8,000ൽ raw materialന്റെ opening and closing stock already അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആദ്യം തന്നിരിക്കുന്ന opening and പിന്നെ തന്നിരിക്കുന്ന closing stock is of finished goods of that department. Yeah, so this shouldn't be linked. അതായത് purchase നിങ്ങൾ എഴുതുമ്പോൾ 8,000 plus 3,000 minus 4,000 നല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഇത് സെപ്പറേറ്റ്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ മോഡൽ വെച്ചിട്ട് ലോജിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കൺസംഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് 8,000 തന്നിരിക്കുന്നത്. ബട്ട് അതിൻ്റെ ബൈഫിക്കേഷൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് സെപ്പറേറ്റ്ലി തന്നിരിക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. So let us start preparing departmental trading and P&L. To opening stock 3,000, 4,000, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതിയ പോലെ ബാക്കിയെല്ലാം എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് ഇൻകത്തിൽ എഴുതാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും തന്നിട്ടുണ്ട്. സെയിൽസ് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ് നോക്കുക. സ്റ്റോക്ക് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ് കൺസേൺഡ്. ജനറലി അപ്ലൈ ചെയ്യുന്ന റൂൾ തന്നെ. സ്റ്റോക്സ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ബി അറ്റ് എ മാർജിൻ ഓഫ് 50% അബവ് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റ്. അതായത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പക്ഷേ ഹാവ് ദേ ഗിവൻ ദ എമൗണ്ട് of those transfers തന്നിട്ടില്ല അല്ലേ. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഇൻക്ലൂഡഡ് ഇൻ ദോസ് ട്രാൻസ്ഫേഴ്സ്. ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും ആ ട്രാൻസ്ഫർ എമൗണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. സോ യു മിയർലി ഹാഡ് ടു റൈറ്റ് ബൈ ട്രാൻസ്ഫർ ടു ട്രാൻസ്ഫർ എമൗണ്ട് ട്രാൻസ്ഫററിൻ്റെയും ട്രാൻസ്ഫറിയുടെയും കോളത്തിന് താഴെ അപ്രോപ്രിയറ്റ്ലി എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ട്രാൻസ്ഫർ ഉണ്ടെന്നേ പറയുന്നുള്ളൂ. അറ്റ് വാട്ട് റേറ്റ് ഓർ വാട്ട് എമൗണ്ട് എന്നുള്ളത് വി ഹാവ് ടു കമ്പ്യൂട്ട്. So that is the theory that we are going to learn now and the important point under this question. So our transfer record ചെയ്യാത്തത് കാരണമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ ഞാൻ എഴുതാത്തത്. ആ ട്രാൻസ്ഫർ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾക്ക് എഴുതാം. But if when you are attempting a question
if you feel that ഈ ട്രാൻസ്ഫർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ ഈ മെയിൻ ആൻസറിൽ ഒന്ന് എഴുതിയിട്ട് പോവുക. സോ മെയിൻ ആൻസർ കുറേയൊക്കെ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് പോസ്റ്റിങ്സ് എങ്കിലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ലീവിങ് ഇറ്റ് എംപ്റ്റി. So let us take up our important working note. Working note 1, computation of transfer value from department A to department B. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റോക്ക് പോകുന്നത്. So how can we arrive at the transfer value that happened from department A to B? A process ചെയ്ത എല്ലാ ഗുഡ്സും അവർ സെയിൽ ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന് ഒന്നും നടത്തുന്നില്ല. അപ്പോൾ ആരിലേക്കായിരിക്കും ഐഡിയലി കൊടുത്തിട്ടുണ്ടാവുക? ബിയിലേക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അറ്റ് വാട്ട് റേറ്റ്? കോസ്റ്റിനേക്കാളും 50% എബവ്. സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് എത്രയുണ്ടായിരിക്കും അവർ പ്രോസസ് ചെയ്ത സ്റ്റോക്ക് ഇൻ ദാറ്റ് ഇയർ. അതിനെങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞ വർഷം ക്ലോസിംഗ് ആയിട്ട് വെച്ചത് ആദ്യം ട്രാൻസ്ഫർ നടത്താൻ പോകുന്ന കഴിഞ്ഞ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്ന എൻ്റെ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും ആദ്യം ട്രാൻസ്ഫറിൽ ബിക്ക് കൊടുക്കുന്നത്. എന്നിട്ടായിരിക്കും പർച്ചേസ് ചെയ്തതിലൊക്കെ പ്രോസസ് ചെയ്യുന്നത്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് consumption of direct raw materials or raw materials. Direct materials. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ അങ്ങനെ തന്നെ വാങ്ങിച്ചാൽ മാത്രം മതിയോ? ഇല്ല, അതിനൊരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, വിച്ച് ഇസ് വേജസ്. So that also should be included. Only then you will arrive at the value of stock that you will have at your hand at the end of the year for transfer. Yeah. So opening stock ബാക്കി എക്സ്പെൻസുകളുടെ എമൗണ്ട്സ് നമ്മൾക്ക് എഴുതാം. 3,000, 8,000 and 3,000, 8,000 and 5,000. According to the question, ഈ മൂന്ന് സ്റ്റോക്ക് എലമെന്റ്സ് ആണ്, അല്ലെ സ്റ്റോക്ക് ആൻഡ് പ്രോസസ്സിംഗ് കോസ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് എയുടെ കയ്യിലുള്ളത്, വിച്ച് ഈസ് അവൈലബിൾ ഫോർ ട്രാൻസ്ഫർ. സോ ലെറ്റ് us name that as cost of goods, cost of goods available for transfer. But did we transfer the entire stock available with us? ഇല്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എക്ക് ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് വരില്ലായിരുന്നു. വിച്ച് മീൻസ് ഈ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതായിരിക്കണം ക്ലോസിംഗ് സ്റ്റോക്ക് എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ളതായിരിക്കണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. was 4,000. So this 12,000 is now the cost of goods transferred to B, department B. അല്ലെ, കോസ്റ്റ് ആണ്. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. ജനറലിയും ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലിയും പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഡയറക്റ്റ് റോ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ പർച്ചേസും വേജസും രണ്ടും കോസ്റ്റ് പ്രൈസ് ആണ്. സോ ഇവിടെ നമ്മൾക്ക് കിട്ടിയ 12,000 is also cost price. But transfer happens at cost plus 50%. Above departmental cost എന്നാണ് പറയുന്നത്. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബേസും ഓൺ കോസ്റ്റ് ആണ്. സോ മാർജിൻ at 50%. 50% on cost. Therefore, 12,000 into 50%, 6,000. So 18,000 is the transfer value from department A to B. So aid sales kitti. Let us record that. Aid sales in the sense aid sales to
department B, 18,000, and that is my purchase, and that is the purchase for department B. So to transfer 18,000. So A, B ക്ക് കൊടുത്ത ട്രാൻസ്ഫർ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത സെന്റൻസ് വായിക്കാം. സ്റ്റോക്സ് ഓഫ് ബി ഡിപ്പാർട്ട്മെന്റ് ആർ ട്രാൻസ്ഫേർഡ് ടു സി ഡിപ്പാർട്ട്മെന്റ് അറ്റ് എ മാർജിൻ ഓഫ് 10% അബവ് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റ്. സോ ബിയും പ്രോസസ് ചെയ്ത് കിട്ടുന്ന സ്റ്റോക്ക് എല്ലാം കൂടെ സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെയും വാല്യൂ തന്നിട്ടില്ല. സോ ദാറ്റ് വാല്യൂ ഓൾസോ വിൽ ബി കമ്പ്യൂട്ടഡ്. So that value also will be computed now. Working note number 2, computation of transfer value from department B to department C. Similar way, opening stock of department B venam plus direct material consumption എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം, പ്ലസ് വേജസ്. ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ട്രേഡിങ് നമ്മൾക്കൊന്ന് എഴുതിയത് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ഡെബിറ്റ്സ്, അതായത് പർച്ചേസ് ചെയ്തതും പ്രോസസ്സ് ചെയ്യാൻ അവരുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്ന ഗുഡ്സിൻ്റെയും എക്സ്പെൻസിൻ്റെയും ലിസ്റ്റ് നിർത്തി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഈ വർഷം അവർ വാങ്ങിച്ച ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, അവർ ലേബറേഴ്സിനെ നിർത്തി അവർക്ക് കൊടുക്കേണ്ട വേജസ് ഉണ്ട്, പ്ലസ് എയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഗുഡ്സും ഇവരെന്ത് ചെയ്യണം, അവരുടെ പ്രോസസ്സിംഗ് നടത്തി വേണം സിയിലേക്ക് കൊടുക്കാൻ. വിച്ച് മീൻസ് ദിസ് ട്രാൻസ്ഫർ ഓഫ് 18,000 is also available with B for processing into goods which has to be ultimately transferred to C. Transfer from A which was received by department B is also cost for department B. ഈ ഫോർമുല ഇവിടെ എഴുതിയത് കൺഫ്യൂഷൻ ആണെന്ന് തോന്നുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ട്രേഡിംഗ് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോളാം. അപ്പം നമുക്ക് ഡെബിറ്റ് സൈഡിൽ ബി കോളത്തിന്റെ താഴെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാമാണ് ഗുഡ്സ് അവൈലബിൾ ഫോർ processing and further into sale എന്നുള്ളത് മനസ്സിലാവും. So let us record the amounts: 4,000, 12,000, 10,000 and 18,000. So cost of goods available for transfer. Ini same like ആദ്യത്തെ working note. Cost of goods available for transfer. 44,000. ഇവിടെയും ഇതാണ് അവൈലബിൾ ആയിട്ട് ബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ബി ഫുള്ളി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബിക്ക് ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് വരില്ലായിരുന്നു. ബട്ട് ബി ഹാസ് എ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് 14,000 which has to be eliminated. So which means cost of goods transferred is 30,000. ഇനി ഇത് കോസ്റ്റ് ആണ്, but transfer happens at a selling price which is given in the question as 10% above departmental cost. So plus margin 10% on cost, 3,000. So transfer value from department B to C is 33,000. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പെർട്ടിക്കുലർ പോയിന്റ് ആണ്, which was not there in working note number 1.
So let us now record this 33,000 also into our trading account. 33,000 was a sale for department B and a purchase for department C. There is no transfer happening for C because C final customer handle. So no further transfer computation. Now let us come back to the question. And for transfers record ചെയ്തു ഇനി P&L record ചെയ്യണം അതേപോലെ സ്റ്റോക്ക് റിസർവ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം ബിഫോർ ദാറ്റ് ആ കമ്പ്യൂട്ടേഷൻ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് P&L ജനറൽ P&L ആണ് സോ ഫസ്റ്റ് നമുക്ക് ഈ ട്രേഡിംഗ് ക്ലോസ് ചെയ്യാം record closing stock and then find out gross profit. So we have recorded closing stock and found out gross profit, and our gross profit we have brought it down to departmental P&L. Now let us record all other expenses. Expenses ഒക്കെ ഒന്നെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ P&Lലേക്ക് പോകാം അല്ലെങ്കിൽ ജനറൽ P&L. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഈ ടാബുലർ ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് allocate expenses in the ratio of departmental gross profit, which means all these expenses should be debited to departmental P&L. Now what is the ratio of departmental gross profit? 2:1:1. So let us now allocate all expenses in that ratio. So we have recorded all expenses in the ratio of 2:1:1. Gross profit ratio all expenses apportion chedu, and in this case it is a net loss 2,000, 1,000 and 1,000, and we have transferred that to general P&L because general P&L നമ്മൾ prepare ചെയ്യേണ്ടതാണ്. So general P&L loss record ചെയ്തു. ഇനി നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത് ഏതെങ്കിലും എക്സ്പെൻസ് ഓർ ഇൻകം അണ്ടർ ജനറൽ P&L അങ്ങനെ ഒന്നും തന്നെ ഇല്ല because everything has to be apportioned എന്ന് പറഞ്ഞു. So എക്സ്പെൻസും ഇൻകവും കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡ് ചെയ്യാനുള്ളത് സ്റ്റോക്ക് റിസർവ് എലിമിനേഷൻ ആൻഡ് റെസ്റ്റോറേഷൻ ആണ്. ക്ലോസിംഗ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഇവിടെ ഇൻഫർമേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. So therefore let us record that first. So opening stock into stock reserve has to be credited by stock reserve. Opening stock for B and C. Total is 3,000. Stock reserve on closing stock has to be eliminated, which means debited. That we will have to find out. Let us record that. Let us see how we can find out. Closing stock information A, B and C തന്നിട്ടുണ്ട്. ഇനി ആരുടെയൊക്കെ കയ്യിലാണ് ട്രാൻസ്ഫർ പർച്ചേസ് വഴി വന്നിട്ടുള്ളത് for B and C. അപ്പോൾ ആരുടെയൊക്കെ സ്റ്റോക്കിലായിരിക്കും സ്റ്റോക്ക് റിസർവ് ഉണ്ടാവാൻ സാധ്യത B and C. അതുകൊണ്ടാണ് ഓപ്പണിംഗിൽ അവർ അങ്ങനെ തന്നത് B and C. സോ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളും കണ്ടുപിടിക്കേണ്ടത് ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയ 14,000 സിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയ 8,000 എത്ര സ്റ്റോക്ക് റിസർവ് അടങ്ങിയിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ either they had to give straight away the amount included in closing stock as transfer. ട്രാൻസ്ഫർ വഴി വന്നിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് ഡയറക്റ്റ്ലി തരണമായിരുന്നു. അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ഒക്കെ ചെയ്തതുപോലെ പെർസെൻറ്റേജ് തരണമായിരുന്നു. 14,000 ഇത്ര പെർസെൻറ്റേജ് ട്രാൻസ്ഫർ വഴി വന്നാണ്. പക്ഷെ അങ്ങനെ ഒരു ഇൻഫർമേഷനും തന്നിട്ടില്ല. So does that mean there is no stock reserve? No, there is stock reserve, and we will have to find out what is that proportion. To find out that proportion, let us now understand the concept of transferred cost. Let us now understand the proportion of transferred cost and on cost. So let us now consider department B. ഡിപ്പാർട്ട്മെന്റ് ബിയുടെ സെയിൽസ് പോകുന്നത് ഡിപ്പാർട്ട്മെന്റ് സിയിലേക്കാണ്. പക്ഷേ ഓരോ യൂണിറ്റും സിക്ക് സെൽ ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ബി ആ യൂണിറ്റ് ഉണ്ടാക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ബി ഹാസ് ടു ഇൻകർ സർട്ടൻ എക്സ്പെൻസസ്. പുതിയതായിട്ട് കുറച്ച് ഡയറക്റ്റ് റോ മെറ്റീരിയൽ വാങ്ങിക്കണം.
വേജസ് കൊടുത്തുകൊണ്ട് ലേബറേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. ഇത് രണ്ടിൻ്റെ കൂടെ എയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്റ്റോക്കും ഇവരുടെ കയ്യിൽ വേണം. ഈ മൂന്നും ഉണ്ടെങ്കിലാണ് ബിക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക, അല്ലേ? ആ യൂണിറ്റ് ആണ് ബി സിയിലേക്ക് വിൽക്കുന്നതോ അല്ലെങ്കിൽ ബി ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അടുത്ത വർഷം ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് കോസ്റ്റിന്റെ എലമെന്റ്സ് പറഞ്ഞപ്പോൾ ഈ 4000 നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. സോ എല്ലാ വർഷവും അവർ ഇൻകർ ചെയ്യുന്ന ഈ കോസ്റ്റ് ആണ് പുതിയൊരു ഫിനിഷ്ഡ് ഗുഡ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കാൻ അവരെ സഹായിക്കുന്നത്. So every unit produced by department B will have a proportion of transferred cost as well as on cost. Now that proportion, if we can find out, we can say that അതേ proportion ആയിരിക്കും അവരുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവുക, അല്ലേ? ആ പ്രപ്പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള ട്രാൻസ്ഫർ വഴി കിട്ടിയിട്ടുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ കാണും. അതിലേക്ക് ഡയറക്റ്റ്ലി GP പെർസെൻറ്റേജ് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കാം. ഇതിലൊന്നും നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കില്ല, ഓൺലി കറണ്ട് ഇയർ കോസ്റ്റ് ആണ് ഇതിനൊക്കെ ബേസിസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കാത്തതിന്റെ കാര്യം കഴിഞ്ഞ വർഷം ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം ഈ പ്രപ്പോർഷൻ ബേസിലായിരിക്കും ഓരോ ഓപ്പണിംഗ് സ്റ്റോക്കും വന്നിട്ടുണ്ടാവുക. സോ കറണ്ട് ഇയർ കോസ്റ്റിന്റെ ബേസിലാണ് പുതിയൊരു ഫിനിഷ്ഡ് ഗുഡ് ബി ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ബിയുടെ കയ്യിലുള്ളത് ഓൾറെഡി ബി കഴിഞ്ഞ വർഷം പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് വിൽക്കാൻ റെഡി ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. So we cannot consider that. So let us now understand that through working on proportion of own cost and transferred cost of department B. For that, let us record current year cost of department B, which was total current year cost. Opening stock ഒഴികെയുള്ള മൂന്ന് cost 12, 10 and 18, which is 40,000. ഈ 40,000 പ്രപ്പോർഷൻ ഉണ്ട് ഓൺ കോസ്റ്റ്, അതായത് മെറ്റീരിയലും വേജസും പിന്നെ ട്രാൻസ്ഫേർഡ് വഴി വന്ന കുറച്ച് സ്റ്റോക്ക് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഡി. ട്രാൻസ്ഫേർഡ് കോസ്റ്റ് വാസ് 18,000 ആൻഡ് ദിസ് ഓൺ കോസ്റ്റ് വാസ് 22,000. Now let us find out the proportion of this. Proportion അല്ലെ പെർസെൻറ്റേജ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? 22,000 ആണ് ടോട്ടൽ 40,000 അടങ്ങിയിരിക്കുന്നതെങ്കിൽ it means the proportion is 55%. Same way, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ഒരു യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് ബിക്ക് ഉണ്ടാക്കണമെങ്കിൽ ബി ഇൻകർ ചെയ്യേണ്ട ടോട്ടൽ കോസ്റ്റ് 40,000. അതിൽ 18,000 ട്രാൻസ്ഫർ വഴി വന്നതാണ്. So therefore, the proportion of transferred cost in every single unit of goods produced by B is 45%. Now let us find out stock reserve of department B. Now let us find out stock reserve of department B. Closing stock of department B is 14,000. ഇതിലുള്ള proportion on cost and transferred cost. 55% and 45%, which is 7,700 and 6,300. ഇനി ഈ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ക്ലോസിംഗ് സ്റ്റോക്ക് എലമെന്റിലായിരിക്കും എന്തുണ്ടാവുക? പ്രോഫിറ്റ്, which is cost and profit. Now how will you find out the profit percentage? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ബിക്ക് കിട്ടിയത് എയുടെ കയ്യിൽ നിന്നാണ്. എയുടെ മാർജിൻ എങ്ങനെയായിരുന്നു? 50% ഓൺ കോസ്റ്റ്. But this 6,300 is closing stock of department B. ഇത് ബിയുടെ കോസ്റ്റ് പ്രൈസ് ആണ്, പക്ഷേ എയുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. സോ സെല്ലിംഗ് പ്രൈസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ 50% ഓൺ കോസ്റ്റ്, അതായത് 1/2 ഓൺ കോസ്റ്റ്.
Now 1/2 on cost ആണ്, but 6,300 is equivalent to selling price of department A. Therefore, convert this 1/2 on cost into on sale, which becomes 1/3. So 6,300 into 1/3 is 2,100 profit, and remaining is my sale cost, 2,200. Now let us find out in similar way department C യുടെ stock reserve. സിക്ക് ഒരു യൂണിറ്റ് വിൽക്കണമെങ്കിൽ ഈ ട്രേഡിംഗ് നോക്കിയാൽ അറിയാം സിക്ക് ഓൺ കോസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അതായത് ബി വിറ്റ് കിട്ടുന്ന ബിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് അങ്ങനെ തന്നെ ഒരു മാർജിനും കൂടെ ആഡ് ചെയ്ത് സി ഔട്ട്സൈഡ് കസ്റ്റമറിന് വിൽക്കുകയാണ്. സോ ദർ ഈസ് നോ പ്രപ്പോർഷൻ ഓഫ് ഓൺ കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് കോസ്റ്റ് ഇൻ the units produced by or units of department C, because C യിൽ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല, ഡിയിൽ നിന്ന് കിട്ടിയത് അങ്ങനെ തന്നെ മാർജിൻ ഇട്ടിട്ട് ഔട്ട്സൈഡ് കസ്റ്റമറിന് വിൽക്കുകയാണ്. സോ ഇവിടെ ഫുൾ ക്ലോസിംഗ് സ്റ്റോക്കും എങ്ങനെ വന്നതാണ്? ട്രാൻസ്ഫർ വഴി വന്നതാണ്. സോ പ്രപ്പോർഷൻ ഓഫ് ഓൺ കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് കോസ്റ്റ് എഴുതിയാൽ തന്നെ we can say department C current year cost is 30 current year opening stock alla current year matram 00 plus 33,000. On cost and transfer cost. Full 33,000 is transferred cost. Therefore, 100%, 0%. No on cost. No on cost. So now can we find out the closing stock of department C? 8,000. On cost nil. Transferred cost full 8,000, 100%. 8,000. Now, this 8,000 കിട്ടിയത് ബിയിൽ നിന്നാണ് with B's margin. B's margin was 10% on cost. 10% on cost, either 1/10 on cost. B യുടെ cost margin ആണിത്. ഇതിപ്പോ C യുടെ കയ്യിലുള്ള സ്റ്റോക്ക് ആണ്. ഇത് C ക്ക് കോസ്റ്റ് പ്രൈസ് ആണ്, പക്ഷെ this is equal to selling price of B. So this is selling price, but the information on profit is on cost. So convert this on cost into on sale. 1/10 on cost is equal to 1/11 on sale. So profit is 1/11. So 8,000 into 1/11. This is at first sight ഡിപ്പാർട്ട്മെന്റ് സിക്ക് കിട്ടിയ സ്റ്റോക്കിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ബിയുടെ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾക്ക് പറയാം. അത് എലിമിനേറ്റും ചെയ്യും. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ കോസ്റ്റ് ആയ 7,273 ഇതിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ബി ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് 8,000 ആർക്ക് കൊടുത്തത്? സിക്ക് കൊടുത്തത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ കോസ്റ്റ് പക്ഷേ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് ബി ഇൻകർ ചെയ്തിട്ടുള്ളത്? അഗൈൻ ഓൺ കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് കോസ്റ്റ് അല്ലേ? ഒരു യൂണിറ്റ് ഓഫ് 7,273 കോസ്റ്റ് ഉള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ബി മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ
ബി എന്തൊക്കെ ഇൻകർ ചെയ്യണം? ട്രാൻസ്ഫർ കോസ്റ്റ് ഇൻകർ ചെയ്യണം, ഓൺ കോസ്റ്റ് ഇൻകർ ചെയ്യണം. അതുകൊണ്ടാണ് ഈ പ്രപ്പോർഷൻ പറഞ്ഞത്. ഓരോ യൂണിറ്റ് ഓഫ് ബിയുടെ പ്രൊഡക്ഷനും ഇതേ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 7273 എന്ന് പറഞ്ഞ് ഇൻകർ ചെയ്യുന്ന സ്റ്റോക്കിലും ഇതേ പ്രപ്പോർഷൻ കാണും, ഓൺ കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് കോസ്റ്റ്. എന്താണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫേർഡ് കോസ്റ്റിൽ വീണ്ടും ഡിപ്പാർട്ട്മെന്റ് എയുടെ ഒരു ഹിഡൻ പ്രോഫിറ്റ് കിടപ്പുണ്ട്, വിച്ച് ഷുഡ് ബി എലിമിനേറ്റഡ്. 3273 ആണ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ എയുടെ കയ്യിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ കോസ്റ്റ്. അതിലേക്ക് ഓൺ കോസ്റ്റ് ആയ 4000 കൂടെ ആഡ് ചെയ്തിട്ടാണ് 7273 കോസ്റ്റ് പ്രൈസ് ഓഫ് ബി വന്നത്. അതിലേക്ക് ബി വീണ്ടും ബിയുടെ മാർജിൻ ആഡ് ചെയ്ത് സിക്ക് കൊടുത്തു. സോ ഹിഡൻ ആയിട്ട് ഈ 3273 ആരുടെ പ്രോഫിറ്റ് കിടപ്പുണ്ട്? ഡിപ്പാർട്ട്മെന്റ് എയുടെ പ്രോഫിറ്റ് കിടപ്പുണ്ട്, which we have to eliminate just like how we have done working note 3 on 1/3 basis. ഇത് ഡിപ്പാർട്ട്മെന്റ് എയുടെ പ്രോഫിറ്റ് ആണ്. 1/3 വന്നത് 50% ഓൺ കോസ്റ്റ് ആയിരുന്നു. സോ ഓൺ സെയിൽ ആക്കുമ്പോൾ ഇത് 1/3 on sale എന്ന് പറഞ്ഞു വരും. This 3273 is cost for department B, but selling price for department A. Therefore, this is selling price. Convert 1/2 on cost into selling price as 1/3. And the answer you get is 1091. So, which means in the closing stock of department C, valued at 8000, you have two profit elements. One is 727, which is direct profit of department B, and the other is 1091, which is the hidden profit of department A, which was there in the production cost of department B's stock. So total stock reserve is equal to 727 plus 1091, 1818. Now നമുക്ക് രണ്ട് പ്രോഫിറ്റും അല്ല രണ്ട് സ്റ്റോക്ക് റിസർവും കിട്ടി. Now let us go ahead and complete general payment. B 2100 and C 3918, therefore. So close by transferring the net loss to balance sheet. I hope this part is clear. Another theory, proportion of on cost and transferred cost. Question le transfer etra amount aanennu paranjillengil koodi we can compute ഈ ഒരു മെത്തേഡിൽ എത്രയാണ് അവർ ഇൻകർ ചെയ്തിരിക്കുന്ന ഡെബിറ്റ് സൈഡിലെ കോസ്റ്റ് നോക്കുക ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ്. അതിലേക്ക് ക്വസ്റ്റ്യന് പറയുന്ന മാർജിൻ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ട്രാൻസ്ഫർ വാല്യൂ. Sale of transferor department. The next concept was, even if the transfer value was not given and even if they have not mentioned closing stock il adangiyirikkunna transferred amount to find out stock reserve, we can still find out എത്രയായിരുന്നു ട്രാൻസ്ഫർ വഴി വന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന്. അതറിയാൻ പ്രപ്പോർഷൻ ഓഫ് ഓൺ കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് കോസ്റ്റ് അറിഞ്ഞിരിക്കണം. പ്രപ്പോർഷൻ ഓഫ് ഓൺ കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ആ വർഷം എത്രയാണ് അവർ ഇൻകർ ചെയ്ത കോസ്റ്റ് എന്ന് നോക്കുക. ആ ടോട്ടൽ കോസ്റ്റ്, ആ വർഷം ഇൻകർ ചെയ്ത ടോട്ടൽ കോസ്റ്റിൽ എത്രയാണ് ട്രാൻസ്ഫർ വഴി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന കോസ്റ്റ് നോക്കുക. ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഡയറക്റ്റ്ലി ഔട്ട്സൈഡ് സപ്ലയറിന്റെ കയ്യിൽ നിന്ന് വന്ന കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. So therefore, you can find out the proportion based on
that figures total costil എത്ര പെർസെൻറ്റേജ് ആണ് ട്രാൻസ്ഫർ വഴി വന്നിട്ടുള്ള കോസ്റ്റ് ആൻഡ് കറണ്ട് ഇയർ ടോട്ടൽ കോസ്റ്റിൽ എത്രയാണ് ഔട്ട്സൈഡ് സപ്ലയറിന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള കോസ്റ്റ്. ഇതേ പ്രപ്പോർഷൻ ആയിരിക്കും ക്ലോസിംഗ് സ്റ്റോക്കിലും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ ട്രാൻസ്ഫർ വഴി വന്ന പ്രപ്പോർഷൻ കണ്ടുപിടിച്ചാൽ അത്രയും പ്രപ്പോർഷൻ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ടിലേക്ക് സ്റ്റോക്ക് റിസർവ് കമ്പ്യൂട്ട് ചെയ്യാൻ GPR ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളതാണ്, എക്സാമിനും വന്നിട്ടുള്ളതാണ്. ആൻഡ് അനദർ പോയിന്റ് ഇൻ ഹിയർ വാസ് ഫോർ ഡിപ്പാർട്ട്മെന്റ് സിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ട്രാൻസ്ഫർ നടക്കുന്നത് A-Bക്ക് കൊടുത്തു, B-Cക്ക് കൊടുത്തു. സോ ഫൈനൽ റെസിപ്പിയൻ്റ് ആയ സിയുടെ കയ്യിലേക്ക് ഒരു സ്റ്റോക്ക് വന്നപ്പോൾ അതിൽ എയുടെ ഒരു പ്രോഫിറ്റ് എലമെൻറ്റും കാണും, ബിയുടെ ഒരു പ്രോഫിറ്റ് എലമെൻറ്റും കാണും. സോ വെൻ C couldn't make the sale and the stock is lying as closing stock in his godown, there is a chance that എയുടെ ഹിഡൻ പ്രോഫിറ്റ് കൂടെ ഇതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ആൻഡ് എയുടെ ആ ഹിഡൻ പ്രോഫിറ്റ് ഓൾസോ ഷുഡ് ബി കൺസിഡേർഡ് ആസ് സ്റ്റോക്ക് റിസർവ് ആൻഡ് എലിമിനേറ്റഡ് ഫ്രം P&L. So now complex limited ആ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഓൾറെഡി ചെയ്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതേ മോഡലിൽ പ്രാക്ടീസ് മാനുവൽ ഓഫ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ഓൾഡ് സിലബസിലെ CA സ്റ്റുഡൻസിന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദിസ് ഈസ് എക്സാക്ട്ലി സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഒരൊറ്റ സിംഗിൾ ടേബിളിലും തന്നിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ എമൗണ്ടുകൾ വ്യത്യാസമുണ്ട്, അല്ലെ പെർസെൻറ്റേജസ് അപ്ലൈ ചെയ്യുന്ന ചേഞ്ച് മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. എക്സാക്ട്ലി ഡിറ്റോ ഓഫ് കോംപ്ലെക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രൈ ചെയ്ത ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇവിടെയും യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിൻ്റെ വാല്യൂ ആൻഡ് ദെൻ ബൈ ഫൈൻഡിങ് ഔട്ട് ദ പ്രപ്പോർഷൻ ഓഫ് on cost and transferred cost, we will have to arrive at the stock reserve involved in each closing stock. Yes, so let me just quickly show you the answer. Departmental trading P&L ഒക്കെ നമുക്ക് ഓൾറെഡി എഴുതാൻ അറിയാം. So I'll just move on to the working notes wherein തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ തന്നെ ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാൻസ്ഫർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള വർക്കിംഗ് നോട്ടാണ് ഏറ്റവും ആദ്യം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ മെറ്റീരിയൽസ് കൺസംഷൻ ആഡ് ചെയ്തു, ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്തു. സോ യു വിൽ അറൈവ് അറ്റ് എ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ ട്രാൻസ്ഫർ. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ യു വിൽ അറൈവ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആക്ച്വലി ട്രാൻസ്ഫേർഡ്. ഇനി അതിലേക്ക് അവരെത്രയാണോ മാർക്കപ്പ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഡ് ചെയ്തത് അത് ആഡ് ചെയ്ത് വന്നാൽ യു വിൽ അറൈവ് അറ്റ് ദ transfer value of goods from I to J of department I to J. In similar way, we will go ahead and find out the transfer value of goods from second department J to the final department K. അതിലും ഓപ്പണിംഗ് സ്റ്റോക്ക് സെയിം കമ്പ്യൂട്ടേഷൻ ലൈക്ക് ദ പ്രീവിയസ് വൺ ആണ്. ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. ജെയിൽ നിന്ന് കെയിലേക്ക് ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമുക്ക് ഇനീഷ്യലി ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ട്രാൻസ്ഫർ ഗുഡ്സും കൂടെ പ്രോസസ്സിങ്ങിന് ജെയുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കോസ്റ്റും കൂടെ ആഡ് ആവും. അതാണ് ഞാനിങ്ങനെ ആരോ കൊടുത്ത് ലിങ്ക് കാണിച്ചിരിക്കുന്നത്. And by adding that we will arrive at the transfer value from J to K. ഈ ഒരു ഭാഗത്ത് മാർക്കപ്പ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഓൺ കോസ്റ്റിലല്ല, ഓൺ സെയിലിലാണ്. സോ ഓൺ സെയിലിലുള്ള പ്രോഫിറ്റിനെ ഞാൻ ആദ്യം ഓൺ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് മാർക്കപ്പിന് എമൗണ്ട് കണ്ടുപിടിച്ചതാണ്. സോ വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ മാർക്കപ്പ് വാല്യൂ ഇൻ ബോത്ത് transfers, and then the next step or the major step is finding out the stock reserve of each transferee department. അതായത് റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കും.
ഇതിനാണ് നമ്മൾക്ക് പ്രപ്പോർഷൻ ഓഫ് ഓൺ കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് കോസ്റ്റ് വേണ്ടത്. സോ പ്രപ്പോർഷൻ, അതായത് ഒരു വർഷം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇൻകർ ചെയ്യുന്ന ചെലവുകളിൽ എത്രയാണ് അവരുടെ ഇൻഡിപെൻഡന്റ് കോസ്റ്റും എത്രയാണ് അവർ ട്രാൻസ്ഫർ ചെയ്ത് വഴി പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ്. കറണ്ട് ഇയർ കോസ്റ്റ് ആണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം ഓൾസോ. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ വരില്ല, ഈ വർഷം ഇൻകർ ചെയ്തത് മാത്രമേ വരികയുള്ളൂ. സോ ഓൺ കോസ്റ്റും ട്രാൻസ്ഫർ കോസ്റ്റും അത് വെച്ചിട്ട് യു വിൽ അറൈവ് അറ്റ് ദ പ്രപ്പോർഷൻ ഓഫ് these cost in one single unit produced by or manufactured by this department. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യാം. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റ് ജെയുടെ കയ്യിൽ 20,000 രൂപയുണ്ട്. അതിലും ഇതേ പ്രപ്പോർഷൻ ആയിരിക്കും ഉണ്ടാകുക. അതായത് ഒരു യൂണിറ്റ് ജെയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർ ഓൺ കോസ്റ്റ് ഒരു 50% ഇൻകർ ചെയ്യണം, ട്രാൻസ്ഫേർഡ് കോസ്റ്റും 50% ഇൻകർ ചെയ്യണം. സോ ആ സ്പ്ലിറ്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി ട്രാൻസ്ഫേർഡ് കോസ്റ്റിലാണ് എന്ത് അടങ്ങിയിട്ടുള്ളത്? മാർക്കപ്പ് അടങ്ങിയിട്ടുള്ളത്. വിച്ച് വാസ് 1/5 ഓൺ കോസ്റ്റ് തന്നിരുന്നു. പക്ഷെ നമുക്കതിനെ സെയിലിലേക്ക് മാറ്റണം. കാരണം ട്രാൻസ്ഫർ വാല്യൂ ആണ് ഇവിടെയുള്ളത്. ട്രാൻസ്ഫർ വാല്യൂ ഇസ് ഓൾവേസ് ദ cost of receiving department, but it is also the selling price of transferer അല്ലെങ്കിൽ സെല് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അതായത് ഐയുടെ സെല്ലിംഗ് പ്രൈസിലാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓൺ ട്രാൻസ്ഫർ പ്രൈസിലേക്ക് നമ്മൾ ആ പ്രോഫിറ്റിനെ മാറ്റി പ്രോഫിറ്റ് എമൗണ്ട് അല്ലെ മാർക്കപ്പ് എമൗണ്ട് കണ്ടുപിടിക്കും. ഇനി ഇത് ഡീറ്റെയിൽഡ് ഒരു പ്രസന്റേഷൻ പോലെ ചാർട്ട് പോലെ വരച്ചാണ്, സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഡീറ്റെയിലി. പക്ഷെ അതല്ലാതെ സ്റ്റോക്ക് റിസർവ് ഓഫ് ജെ സിംഗിൾ ഒരു ഫോർമുല വഴിയും കണ്ടുപിടിക്കാം ഇഫ് യു ആർ thorough with this concept. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ whichever way is comfortable for you, you can go ahead and practice that. In similar way, we will move on to the last department in the stock reserve computation. അവിടെയും സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. മാർക്കപ്പ് ഓൺ സെയിലിലേക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. ഈ ഒരു സ്റ്റെപ്പ് ആവശ്യമില്ല കറണ്ട് ഇയർ കോസ്റ്റിൻ്റെ. പക്ഷെ ഞാൻ ആ തൊട്ടു മേലെയുള്ള വർക്കിംഗ് നോട്ട് നമ്പർ 3 ആയിട്ട് ഇൻലൈൻ ആയിട്ട് വരാൻ വീണ്ടും അത് കാണിച്ചെന്നേ ഉള്ളൂ. ബിക്കോസ് ഫൈനൽ ഡിപ്പാർട്ട്മെന്റ് കെയുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ അറിയാം. കെ ഡിപ്പാർട്ട്മെന്റിന് ദർ ഇസ് നോ പ്രൊഡക്ഷൻ, മെറ്റീരിയൽസ് കൺസംഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ലേബർ ഒന്നുമില്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് സെയിൽ നടത്തുന്നത്? ജെയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗുഡ്സ് അവരങ്ങനെ തന്നെ വിൽക്കുകയാണ് ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന്. സോ വിച്ച് മീൻസ് ഓൺ കോസ്റ്റ് ഒന്നുമില്ല, കിട്ടിയ മുഴുവൻ കോസ്റ്റും ട്രാൻസ്ഫേർഡ് കോസ്റ്റ് ആണ്. എന്നാൽ പോലും ഞാൻ ആ ബൈഫിക്കേഷൻ മനസ്സിലാവാൻ കറണ്ട് ഇയർ കോസ്റ്റ് എടുത്തിട്ട് ബ്രേക്കപ്പ് കാണിച്ചിരിക്കുകയാണ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് കെയിലേക്ക് ഈ ബ്രേക്കപ്പ് അപ്ലൈ ചെയ്യുക. യു വിൽ അറൈവ് അറ്റ് ദ മാർക്കപ്പ്. So that was 1000, but you have a cost of 4000. ഈ കോസ്റ്റ് കെ ഡിപ്പാർട്ട്മെന്റിന് എവിടെ നിന്നാണ് കിട്ടിയത്? ജെ എന്ന് പറയുന്ന പ്രീവിയസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ. പക്ഷേ ജെയ്ക്ക് കിട്ടിയ ഓരോ അല്ലെങ്കിൽ ജെ കൊടുത്തുവിട്ട ഓരോ ഗുഡ്സിനും ഓൺ കോസ്റ്റും ട്രാൻസ്ഫേർഡ് കോസ്റ്റിന്റെയും പ്രപ്പോർഷൻ വീണ്ടും ഉണ്ട്. സോ വിച്ച് മീൻസ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ 4000-ൽ ജെയ്ക്ക് കിട്ടിയ ഐ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റും അടങ്ങിയിട്ടുണ്ട്. സോ ദെയർഫോർ ഈ 4000-നെ നമ്മൾ വീണ്ടും പ്രപ്പോർഷൻ ഓഫ് ഓൺ കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് കോസ്റ്റ് ഓഫ് സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ്, അതായത് കെക്ക് കൊടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പ്രപ്പോർഷൻ കണ്ടുപിടിക്കും. ആൻഡ് ദെൻ അഗൈൻ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റിലേക്ക് നമ്മൾ അറിയും. ഇതൊക്കെ ഡീറ്റെയിലി കോംപ്ലക്സ് ലിമിറ്റഡിൽ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. എമൗണ്ടുകളുടെ ചേഞ്ച് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു വർക്കിംഗ് നോട്ട് നോക്കുകയാണെങ്കിൽ 2 മാർക്കപ്പ് നമ്മൾക്ക് കിട്ടും. ഒന്ന് ജെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്റ്റ് മാർക്കപ്പും രണ്ടാമത്തേത് ഐയുടെ മാർക്കപ്പ് ജെയിൽ കൂടി കയറി കെയിലേക്ക് വന്നത്. സോ അത് രണ്ടും ആഡ് ചെയ്താണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ഫെയർലി സിമ്പിൾ. വാട്ട് യു ഹാവ് ഡൺ ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് വർക്ക്ഔട്ട് ചെയ്തോളുക. ഐ വിൽ ജസ്റ്റ് ക്വിക്ക്ലി ഷോ യു ദ ആൻസർ ടു ദാറ്റ് question, but stock reserve computation മാത്രമേ ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാനുള്ളൂ. പിന്നെ ട്രാൻസ്ഫർ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് ഈ 2 വർക്കിംഗ് നോട്ടിൽ നിന്ന് വേണം ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാൻ. സോ അത് കാണിച്ചു കഴിഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫെയർലി സിമ്പിൾ. സോ ദിസ് ഇസ് ഹൗ you will be doing
these type of problems where transfer value is not given, and you're still supposed to find the transfer amount and also the stock reserve involved in such transfers. Yeah, so idana final answer. This you can work out on your own. And then general P&Lലേക്ക് നമ്മൾ എമൗണ്ടുകളെ ഒക്കെ മാറ്റി ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ് വിൽ ബി 1000 rupees. So these type of questions are very important. എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും എമൗണ്ടുകളിലുള്ള ചേഞ്ചും പ്രോഫിറ്റ് പെർസെൻറ്റേജിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസസ് അഡീഷണലി തരും, അങ്ങനെയുള്ള ചേഞ്ചസ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. So I hope these questions and concept is clear to you, and thank you. Have a great day.